ബ്ലെസ്സിങ്സ്. വീണ്ടും കർത്താവിൻ്റെ വചനത്തിൽ നിന്നൊക്കെ പഠിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജീവിത പാഠങ്ങൾ എന്നൊരു വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ദൈവത്തിൻ്റെ ദാസിമാരെ കുറിച്ചൊക്കെ ഈ പഠന സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ കുറിച്ചാണ്. 12 ശിഷ്യന്മാരിൽ ഏതാണ്ട് 5-6 പേരുടെ കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കാണുക. ഓരോ എപ്പിസോഡിലും ഒരൊറ്റ വ്യക്തികളുടെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏറ്റവും ചുരുക്കത്തിൽ ഒരാളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മത്തായിയെക്കുറിച്ച് പറയാനാണ്. കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മത്തായിയെക്കുറിച്ച് കാണുന്നത്, മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, ഒരു ടാക്സ് കളക്ടറായിരുന്നു. പണ്ടത്തെ കാലത്ത് ഈ ചുങ്കക്കാരെയൊക്കെ സമൂഹത്തിന് വാസ്തവത്തിൽ ഒരു വെറുപ്പായിരുന്നു. ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്തായിയുടെ ജീവിതം പഠിക്കുമ്പോൾ നോ വൺ ഈസ് ബിയോണ്ട് ഗോഡ്സ് കോൾ. മത്തായി 9-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഞാനൊന്ന് കുറച്ച് വചനങ്ങൾ വായിക്കാം. ആ വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടപ്പോൾ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു വന്നത് തന്നെ പാപികളെ വിളിക്കുവാനാണ്. എത്ര കൊടും പാപം ചെയ്തവനായാലും യേശുവിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ, യേശു അവരെയും സ്നേഹിക്കുന്നു. അവർക്കും വേണ്ടി കൂടിയാണ് യേശു മരിച്ചത്. അവർക്ക് വേണ്ടി കൂടിയാണ് യേശു വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യേശു ആരെയും സമൂഹത്തിൽ മാറ്റി നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. യേശു മാറ്റി നിർത്തിയവർ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയാനുണ്ടായി, യേശു എതിർത്ത് നിന്നവർ ഹിപ്പോക്രിറ്റ്സിനോട് മാത്രമായിരുന്നു. പരീശന്മാര്, തനിക്ക് വന്ന് എതിര് പറയുന്നവർ, ദൈവത്തിൻ്റെ വചനത്തിന് എതിര് നിൽക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് എതിരെ നിൽക്കുന്നവർ, അതിവിശുദ്ധി പറയുന്നവർ. അവർക്ക് വിശുദ്ധി ഇല്ല, പക്ഷെ അവർ വിശുദ്ധി പറയും. ഇങ്ങനെയുള്ളവരോടൊക്കെ ദൈവം എതിർത്ത് നിന്നായിട്ട് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം സമൂഹത്തിൽ എല്ലാവരെയും തേടി വരുന്നതാണ്. ഗോഡ്സ് ഗ്രേസ് റീച്ചസ് എവറി കോർണർ. അൺലൈക്ലി പീപ്പിൾ, നമുക്ക് സമൂഹത്തിന് ഇഷ്ടമല്ലാത്തവരെ, വ്യഭിചാരികളെ തേടി ഏത് മേഖലയിലായാലും നമ്മളൊക്കെ പലപ്പോഴും ആ വ്യക്തികൾ ഭയങ്കര വ്യഭിചാരം ചെയ്യുന്നവരാണ്, ആ വ്യക്തികൾ ദുഷ്ടമനുഷ്യരാണ്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ ഈ ചുങ്കക്കാരും വ്യഭിചാരം ചെയ്യുന്നവരും കിടക്കുമെന്ന്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും സ്വർഗത്തിലുണ്ടാകും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മത്തായിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, ഹി വാസ് വെരി വില്ലിങ് ടു ലീവ് എവ്രിതിങ് ഫോർ ക്രൈസ്റ്റ്. ഈ ടാക്സ് കളക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത്, ആ കാലങ്ങളിൽ വലിയ സമ്പന്നരായിരുന്നു. നമുക്ക് വേറെ ടാക്സ് കളക്ടേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ കഴിയും. സഖായി, അവരൊക്കെ ഭയങ്കര സമ്പന്നരായിരുന്നു സമൂഹത്തിൽ. പക്ഷേ യേശു വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ അതെല്ലാം ലീവ് ചെയ്ത്, ആ ടാക്സ് കളക്ടിങ് ജോലി തന്നെ ലീവ് ചെയ്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു മത്തായിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ലേ? ലൂക്കോസ് 5:27 നമുക്ക് കാണാം, അതിനുശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവരോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഈ മത്തായിയെ കുറിച്ചാണ് പറയുന്നത്. ലേവി മത്തായി യേശുവിനെ അറിഞ്ഞപ്പോൾ ചെയ്ത ആദ്യ കാര്യം നിങ്ങൾ നോക്കി അടുത്ത വചനത്തിൽ കാണാം. മത്തായി 9:10 നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. അപ്പോൾ ഇവര് ഭക്ഷണത്തിനിരിക്കുമ്പോൾ മത്തായി ചെയ്ത ആദ്യ ഒരു കാര്യം തന്നെ നിങ്ങൾ നോക്കി, അനേകരെ, തൻ്റെ സുഹൃത്തുക്കളെ, ഹി ഇൻവൈറ്റഡ് ദ ഫെല്ലോ ടാക്സ് കളക്ടേഴ്സ്, അതർ ടാക്സ് കളക്ടേഴ്സ് ടു ഹിസ് ഹൗസ് ടു സിറ്റ് വിത്ത് ജീസസ്, ടു ഡൈൻ വിത്ത് ജീസസ്. നമ്മൾ അനേകരെ കർത്താവിലേക്ക്
നമ്മുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ച് അനേകരെ ക്ഷണിക്കണം. ആ വചനം ഒന്ന് കേൾക്കുക. നമ്മുടെ അയൽവക്കക്കാരെ വിളിച്ച് ഹല്ലേലൂയ ഒന്ന് വന്ന് കേൾക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്ന് സംബന്ധിക്കുക. അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് അറിയാൻ നമ്മളെ ഉത്സാഹം, അവരെ ഒന്ന് അറിയിക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ഏതു വിധേനയും നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ യേശുവാണ് എൻ്റെ ജീവിതം മാറ്റിയെന്ന്, എങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം മാറ്റുവാൻ യേശുവിന് സാധിക്കും. അനേകരിലേക്ക് ഈ കർത്താവിനെ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ഇവര് ഡൈനിങ് ചെയ്യുമ്പോൾ, ചുങ്കക്കാരും പാപികളുമൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പരീശന്മാർ ഇത് കണ്ടിട്ട് ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടപ്പോൾ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിക്കാൻ വന്നത്. ഞാൻ പാപികളെ തേടിയാണ് വന്നത്, നീതിമാന്മാരെ തേടിയല്ല. ഇവർ സ്വയം നീതി പറയുന്നവരാണ്, പക്ഷെ അവർ നീതിമാന്മാരല്ല എന്ന് നമുക്ക് വാസ്തവത്തിൽ ദൈവത്തിന് തന്നെ അറിയാം. ഉൾപ്പൂവിനെ പോലും അറിയുന്ന ദൈവം. ജീസസ് ഈസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ കമ്പാഷൻ ആൻഡ് ഗ്രേസ്, നോട്ട് ഇൻ എനി റിലീജിയസ് അപ്പിയറൻസ്. റിലീജിയസ് റിച്വൽസിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവിൻ്റെ ആ ഒരു കമ്പാഷൻ ആൻഡ് ഗ്രേസ്, ഇറ്റ്സ് ബിയോണ്ട് എനി വേർഡ്സ്. ആ ഒരു ടാക്സ് കളക്ടറിൽ പെട്ടെന്നായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ. ആൻഡ് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ലീഡ്സ് ടു ന്യൂ പർപ്പസ് ഇൻ ഹിസ് ലൈഫ്. ഈ മത്തായിയാണ് ഈ സുവിശേഷം എഴുതിയത്. യേശു മശിയാണ്, യേശു രക്ഷകനാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ഈ മത്തായി അനേക രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് എത്യോപ്യ, മറ്റുള്ള പല രാജ്യങ്ങളിലും സുവിശേഷമായി കിടന്നു നിന്നു. അവസാനം ഹി വാസ് മാർട്ടേഡ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണുക. നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ ശക്തിയാണ്. മിനിസ്ട്രി മുന്നോട്ട് പോകുന്നതിന് എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. വീഡിയോ അനേകർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട്, വാട്സപ്പിൽ അനേക ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്കും അനേകർക്കും ഈ മിനിസ്ട്രിക്കും എനിക്കും ഒക്കെ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പേരിടുക. ഞാൻ വായിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ ചെയ്യാം. വരും ദിവസങ്ങളിൽ അനേക പ്രോഫിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ലൂസിഫറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ പല കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.